ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലോകത്തിൽ രണ്ട് തരം മനുഷ്യരുണ്ട്. പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും. ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം? ഈശ്വരനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർ ജീവിത തത്വം അറിഞ്ഞ് ജീവിക്കുന്നവരാണ്. ജീവിതത്തിലെ ആപത്ഘട്ടങ്ങളിലും കഷ്ടതകളിലും അവർ ഈശ്വരനെ ആശ്രയിക്കുന്നു. ഈശ്വരൻ തങ്ങളോടൊപ്പമുണ്ടെന്നും ആ ശക്തി തങ്ങളെ കാത്തുരക്ഷിക്കുമെന്നുമുള്ള വിശ്വാസം അവർക്ക് മനോബലം നൽകും. അതവരെ ദുരിതങ്ങൾ തരണം ചെയ്യുവാൻ പ്രാപ്തരാക്കും. മാത്രമല്ല, ഈശ്വരവിശ്വാസികളിൽ കരുണ, ദയ, സ്നേഹം, ക്ഷമ എന്നീ മാനുഷിക ഗുണങ്ങൾ കൂടുതലായിരിക്കും. അവിശ്വാസികളിലും ഒരളവിൽ ഈ ഗുണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആപൽഘട്ടങ്ങളിൽ ആശ്രയിക്കാൻ ഒരു ശക്തിയില്ലാത്തതിനാൽ അവരുടെ മനസ്സ് പതറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഇത്തരം ഘട്ടങ്ങളിൽ അവർ തങ്ങളുടെ മനസ്സിലുള്ള സദ്ഗുണങ്ങളെ ഉപേക്ഷിക്കുവാനും സാധ്യത കൂടുതലാണ്. ഈശ്വരൻ എന്നത് ഒരു അനുഭവമാണ്. നിസ്വാർത്ഥ സ്നേഹത്തിലും കരുണയിലൂടെയുമാണ് പരമാത്മാവ് നമ്മിൽ കുടികൊള്ളുന്നത്. വിശ്വാസം എന്നത് ദേവീദേവന്മാരിൽ മാത്രമുള്ള വിശ്വാസമല്ല, മറിച്ച് ഉന്നതങ്ങളായ മൂല്യങ്ങൾക്ക് വേണ്ടി സ്വയം ത്യാഗം അനുഭവിക്കുവാൻ തയ്യാറാകുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. സ്നേഹം, കരുണ, ദയ, ക്ഷമ എന്നിവയൊക്കെയാണ് ആ മൂല്യങ്ങൾ. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ഈശ്വരവിശ്വാസികൾ. വിശ്വാസവും ആത്മീയതയും ലഘുവായ കാര്യങ്ങളല്ല. ഉന്നതമായ ആധ്യാത്മിക മൂല്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മൾ ഉത്തമരായ മനുഷ്യരായിത്തീരുന്നത്. അവർക്ക് പരമാത്മ ചൈതന്യത്തിൽ അടിയുറച്ച വിശ്വാസവും ഉണ്ടാകും. അത്തരം ആളുകൾ സമൂഹത്തിൽ നന്മ വളർത്തുകയും നന്മ പടർത്തുകയും ചെയ്യും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.